അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഒരു സംഭവം നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു ആദ്യത്തെ ആർട്ട് ഷൂട്ട് ആർട്ട് വർക്കാണ്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് സീൻസ് ആണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഞങ്ങൾ വെള്ളം തളിക്കേണ്ടത് ഏറ്റവും അവസാനമായിരുന്നു. പക്ഷേ ഏതാണ്ട് അരിജിന്നാണ്ട് ആദ്യമേ തളിച്ച് വെച്ച് കൊള്ളാട ഇതൊക്കെയാണ് അൽജിന്റെ ഓരോ ആനന്ദം കണ്ടെത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് വെള്ളമടിച്ചത് എന്തൊക്കെതാ എന്താടാ അൽജിനെ ഇങ്ങനെ ആണ്ട് ഇതിപ്പോ നാണ്ട് മൊത്തം തുടച്ച് വെക്കാണ്. ഇത് സത്യം പറഞ്ഞാൽ നൊസ്റ്റിക്കിന്റെ ഐസ്ക്രീം ആണ്. ആണ്ട് ഇത് പേപ്പറിന്റെ സംഭവം. അതിനകത്ത് മൊത്തം അടിച്ചു വെച്ചു വെള്ളം. ഷൂട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ അത് മൊത്തം നനഞ്ഞ് കുതിർന്നു പോവില്ലേ. പൊട്ടനാണ് നീ. അതെ അതാണ്ട് ഇതാണ് അലനോടെ ചേർന്നിട്ടാണ് ഈ സംഭവം സെറ്റാക്കിയത്. രാവിലെ നമസ്കാരം. ഇനി ടേബിളൊക്കെ കണ്ടത് ചെറുക്കൻ തുടങ്ങുന്നുണ്ടോ? ഇവന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മര്യാദയ്ക്ക് ഇരുന്ന സാധനം അത് കണ്ടപ്പോഴത്തേക്കും ചുമ്മാ അവനാണെങ്കിൽ അടിച്ചടിച്ച് കളിക്കണമെന്ന്. ഇത് പിന്നെ ഷൂട്ടിനുണ്ടെന്ന നൊസ്റ്റിക്കിന്റെ ഡമ്മി ബോക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ബാക്കി നമ്മൾ താണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കുറച്ച് കലാപരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവര് നമ്മൾ നല്ല പട്ടിപ്പടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനത് വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നത്. എന്താണ് നീ കാണിക്കണേ? നീ ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നോക്കണേ. രണ്ടുപേരെ കാണിക്കാൻ മറന്നു. ഇതാണ്ട് ഇത് സുരയ്യ, ഇത് ഫാത്തിമ, ഞങ്ങളുടെ ഇവിടുത്തെ ഷാഡോയിലെ എഡിറ്റേഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ക്യാമറമാൻ അല്ലേ നേരത്തെ കാണിച്ചത്. പിന്നെ ഇത് സിയ. സിയ ഹായ്. നമ്മുടെ സാറിന്റെ മോളാണ് കേട്ടോ. സാറിന്റെ മോളല്ലേ? പറയൂ ഡയറക്ടർ ഓഫ് ഹെഡ്. ഡയറക്ടർ ഓഫ് ഹെഡ്. ഓക്കെ. എക്സലൻസിന്റെ പിന്നൊരു ഹെഡ് ഉണ്ട്. തല അത് തലയ്ക്ക് മേൽ തലയായി. ഞാനേ ഇതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഈ ലൈറ്റിംഗ് ഉണ്ടോ? ഈ സാധനം കണ്ണിലോട്ട് അടിച്ചിട്ട് കണ്ണ് മൊത്തം ഭയങ്കര എന്താ പറയാ അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. കാര്യം അത്ര ഇന്റൻസീവ് ആയിട്ടാണ് കേട്ടോ ഈ ലൈറ്റ് വരുന്നത്. ഗൈസ് പറഞ്ഞോ ഇവനെ എന്ത് നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണെന്നാണ് പറയുന്നത്. അതെ. സോ അബി ഈസ് എ പ്ലേ ബോയ്. അതെ ബ്രോ. ഇന്നലെ അലിയെ എന്തോ പറഞ്ഞതിനിടയ്ക്കാൻ പറഞ്ഞ് ഐ ഹാവ് സോ മെനി ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. അലി ചോദിച്ചു എന്താ പ്ലേ ബോയ് ആണോ? അൽജനെ ഞാൻ ചെയ്തിട്ടല്ലേ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഷൂട്ടിന് ഇരിക്കണേ. അതെ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഷൂട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലൈറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ഹെഡ് രാഹുൽ. അതെന്താണെന്ന് അറിയില്ല. പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ ഹെഡിനെ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ്. ഇതുവരെ കേൾക്കാത്ത മാർക്കറ്റിംഗ് ഹെഡ്. കണ്ടന്റ് മാർക്കറ്റിംഗ്. കണ്ടന്റ് ഹെഡും കിട്ടുന്നു, മാർക്കറ്റിംഗ് ഹെഡും കിട്ടുന്നു. കണ്ടന്റ് മാർക്കറ്റിംഗ് അറിയില്ല. അല്ല മറ്റേ ലൈറ്റിന്റെ പേരുണ്ടായിരുന്നു, മറ്റേ ആ ഭയങ്കര ഇതടിക്കുന്നേ ആ മഞ്ഞ ലൈറ്റിന്റെ പേരെന്തായിരുന്നു? അല്ല മുമ്പ് ഇവിടെ ഇപ്പൊ വെച്ചത്. ഇവിടെ ഇപ്പൊ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ല. SL പിന്നെ അപ്പൊ അത് കൊഡാക്കിന്റെ V25 വരുന്ന ലൈറ്റ്. അതാണ് ഇത്രയും കണ്ണടിച്ച് അല്ലേ? അതന്നെ ഏതാണ്ട് കൊഡാക്കിന്റെ ലൈറ്റ് V25. അല്ല അഥവാ കൺഫ്യൂസ് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ താഴെ കമന്റിലൂടെ പറഞ്ഞിട്ട് മതി കേട്ടോ, അറിയാവുന്ന ആൾക്കാർക്ക്. അല്ലേടോ അൽജിനെ? എനിക്കിനി ഇത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇച്ചിരി വെള്ളമൊക്കെ സ്പ്രേ അടിക്കാൻ തോന്നുന്നുണ്ടോ? പിടിച്ചിവിടെ നിന്നെ ഉറക്കം. ഏയ് ഫാത്തിമ മുട്ടി ഇട്ടിക്കൊണ്ടിരിക്കുക അവിടെ. ഏത് സ്റ്റൈ ഏത് ഐസ്ക്രീമിന് പെട്ടി? പേപ്പറിലല്ലേ ഈ സാധനം വരണേ? എടാ അബിയേ, എടാ സാറിനെ ഐസ്ക്രീമിന്റെ ഒക്കെ ആണെങ്കിൽ പേപ്പറിനകത്താണ് വരണേ ഇതിന്റെ പാക്കറ്റ്. ഈ പാക്കറ്റ് പേപ്പർ ആയിരിക്കും പ്ലാസ്റ്റിക് ആയിരിക്കും? അല്ല പേപ്പറും ഇല്ലേ? അല്ല ഈ ഒരു സൈസില് പേപ്പർ ആദ്യമായിട്ടാണ് പറഞ്ഞത്. മറ്റേത് ചെറുത് 10 രൂപയുടെ ഐസ്. അതില്ലേ അത് ഈസ്റ്റ് ഗാലറിയില്
ഞങ്ങള് ഇന്നലെയാണ് ഇവിടെ നിന്ന് ഐസ്ക്രീമിന്റെ ഷൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടേക്കാം. അപ്പം ഇവൻ അൽജിൻ പറഞ്ഞത് നീ ഇങ്ങോട്ട് നോക്ക് തിരിഞ്ഞു നോക്ക്. ഇവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടിരുന്ന ഐക്രീമിന്റെ പരസ്യം എടുക്കാൻ കേട്ടോ, ഐക്രീമിന്റെ. അപ്പം നൊസ്റ്റിക്കിന്റെ സംഭവത്തിന്റെ ആണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റ് ഷൂട്ട് ആഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ആണെങ്കിൽ അവർ ടീഷർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ആ സാധനമാണ് ഇവൻ ഇപ്പം നമ്മുടെ അബി ഇട്ടേക്കണേ നൊസ്റ്റിക്കിന്റെ ക്യാപ്പ്. ഞാൻ നമ്മള് വാങ്ങിത്തരുന്നതാണ്. ഇത് നമ്മുടെ ഇത് അതിന്റെ വെള്ള ടീഷർട്ടാണ്. ഇത് ഫ്രീ കിട്ടിയതാ. അല്ല എന്താ പ്ലാന്, എങ്ങനെയാണ് പ്ലാന് ബ്രോ? വാട്സ്ആപ്പ് പ്ലാൻ നമ്മൾ റൂട്ടിലേക്ക് ഇറങ്ങുന്നു. ഇതൊന്ന് പിടിച്ചടാ. അപ്പോ ഇതിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഷാഡോ എന്ന് പറയുന്ന കമ്പനിയില് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യാന്നുള്ള. അപ്പൊ ഇവിടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കം പ്ലസ് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താ ഈ സംഭവം ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്പം ഈ സംഭവം ഉണ്ട്. അപ്പം നമ്മൾ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്കിന്റെ ആണ് കേട്ടോ ഇപ്പൊ ഇത്. ഇപ്പൊ നൊസ്റ്റിക് എന്ന് പറയുന്ന ഐസ്ക്രീമിന്റെ ആണ്. അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കണേ. അപ്പോ ഇതില് കുറെ ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ കുറെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് കുറെ ആൾക്കാർക്ക് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ കുറച്ച് നിങ്ങളെയൊക്കെ കാണിക്കണം എന്നുള്ള വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങള് അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള കുറെ കാര്യങ്ങളോട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം സംഭവങ്ങൾ നമ്മൾ സെറ്റ് ആയിട്ട് ഇപ്പുണ്ട്. ഉമ്മാറുണ്ട് ടീഷർട്ട് വിട്ട് ക്യാപ്പ് വിട്ട് എവിടെ കാണിച്ചു കൊടുക്കുക. രാഹുൽ ക്യാമറമാനാണ് നോർത്ത് പറവ്. അതെ, പക്ഷെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഹെഡ് കൂടിയാണ്. അതെന്താന്ന് വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ രാഹുലിനായിട്ട് പോയപ്പോ രാഹുൽ പറയാത്ത രഹസ്യം, രാഹുലിന്റെ ബർത്ത്ഡേ ഈ വരുന്ന 14 ഒക്ടോബർ 14 അവന്റെ ബർത്ത്ഡേ. നമ്മളത് പൊളിക്കും. അപ്പം ഇത്ര നേരം നമ്മളോട് വീഡിയോ എടുത്ത് സഹായിച്ചത് നമ്മുടെ അൽജിനാണ്. മറ്റേ ഐസ്ക്രീമിന്റെ പേപ്പറിനകത്ത് ആ പെട്ടിക്കകത്താണ് മൊത്തം വെള്ളം അടിച്ചു വെച്ച് കുളമാക്കിയത്. റെഡ് വെൽവെറ്റ് കേക്ക് മതിയല്ലേ? കേക്കാ ഐസ്ക്രീമാ? കേക്കാ? ഐസ്ക്രീം മതിയാ? ബ്രോ എവിടെയാണ്, ഏതാ ഓർഡർ ചെയ്തേ? ഏതാ ഓർഡർ ചെയ്തേ? ലോട്ടസിന്റെ ആണ് നമ്മൾ എടുക്കണേ സംഭവം. ബ്രോ കസ്റ്റമർ ഈസ് വെയിറ്റിംഗ് ബ്രോ. നാച്ചുറൽ ഫ്രൂട്ട് പോപ്സ്. യാ, എന്താണിത്? ദിസ് ഈസ് നാച്ചുറൽ ഫ്രൂട്ട് പോപ്സ് നോസ്റ്റിക് ഐസ്ക്രീംസ്. അത് ഫോക്കസ് ആയില്ലടാ. ലോട്ടസ് ബിസ്കോഫ്. ലോട്ടസിന്റെ ബിസ്ക്കറ്റ് കൊണ്ട് പൊടിച്ചുണ്ടാക്കിയ ബിസ്ക്കറ്റ്. ലോട്ടസിന്റെ ബിസ്ക്കറ്റ് ഉണ്ട് അറിയില്ല? ലോട്ടസിന്റെ ബിസ്ക്കറ്റ് അറിയില്ല? അപ്പോ ഇത് കിട്ടി. എന്താണ് ഐസ്ക്രീമിനെ പറ്റി പറയാനുള്ളത്? വണ്ടർഫുൾ, ഫണ്ടാസ്റ്റിക് ആൻഡ് വെലാസ്റ്റിക്. ആക്ച്വലി ഇതിന്റെ പെട്ടിക്കകത്ത് ഒന്നും ഇല്ല കേട്ടോ. ഇത് ജസ്റ്റ് പെട്ടി മാത്രമേ ഉള്ളൂ. നമ്മള് ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒറിജിനൽ സാധനം അധികം വെക്കൂല. ഓക്കെ, എന്ത് ഇത് പെട്ടി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൊസ്റ്റിക്കിന്റെ നാച്ചുറലി നൊസ്റ്റാൾജിക് എന്ന് പറയുന്ന ഐസ്ക്രീമിന്റെ ടീഷർട്ട് ഇട്ടിരിക്കുന്ന രാഹുലിനെയാണ്. ക്യാമറമാൻ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. അലൻ ബ്രോ കളിക്കരുത്. തെറ്റുന്നുണ്ടോന്ന് എനിക്ക് തോന്നലുണ്ടല്ലോ. പക്ഷെ അത് തോന്നൽ മാത്രമാവട്ടെ, ഇല്ലെങ്കിൽ വേറെ ചാർട്ട് ഉണ്ടോ? വേറെ ചാർട്ട് ഉണ്ടോ? അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഫുൾ ഹാർഡ് വർക്കിംഗ് പീപ്പിൾസ് ഗൈസ്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഇതാണ്ട് അക്ഷയും എന്നിട്ട് ഇതാണ് നമ്മുടെ ഷാഡോയുടെ ഓഫീസ്. നിങ്ങളെ പലരും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ ഓഫീസ് ഇതാണ്. ഇവിടെയാണ് സ്റ്റുഡിയോ. നീ മണ്ടക്കോട്ട് പോകണോ? ഞാൻ ഇവിടോട്ട് നേരിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. താണ്ട ഷൂ കിടക്കുന്നേ മുകളിലാണോ? ആണ്ട് രാഹുല് ഇവിടെ അക്ഷയ് വിളിക്കുന്നത് ഉണ്ട്. ഇതിനകത്ത് സിയ നീപ്പുണ്ട്. ഹായ് സിയ, ഫുഡ് കഴിച്ചാ? ഇല്ലല്ലോ, ഞങ്ങൾ മാറ്റിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് ഞങ്ങൾ ഷൂ ഒക്കെ ഊരിയിടണേ. ഷൂ ഊരിയിട്ട് വേണം അത് കയറാൻ. ഇവിടുത്തെ സെറ്റപ്പ് ഉണ്ടോ നിങ്ങൾ? ഇതിൻ്റെ ഇടയ്ക്കൊരു മീറ്റിംഗ് വിളിച്ച് ഞങ്ങളത് ആ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്തിരിക്കണേ.
കഴിച്ചേട്ടാ നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ ഇപ്പൊ കറങ്ങി വീഴുന്നു ഗൈസ്. അപ്പം നമ്മുടെ ആഡ് ഷൂട്ടിനാണെങ്കിൽ ഉച്ച ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇനി ബാക്കി വർക്കാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ പയ്യന്മാരെ സെറ്റ് ചെയ്ത് ഇനി ഇവിടെ ഇനി എന്താ പരിപാടി? അത് വേറെ ടോക്കാണ് കേട്ടോ. അതിവിടുത്തെ പറയാൻ അതെ സെൻസർ ചെയ്യേണ്ട കുറച്ച് ഡയലോഗ്സ് ഐഫോൺ കുറച്ച് പഞ്ചാരം പിഴിഞ്ഞ് വീടാ. ഇത്രയും പേര് ഇതാ ബാക്കിൽ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ മാത്രം കിടന്നുറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഉണ്ട്, ഇതാണ് നമ്മുടെ അൽജി. അൽജിനെ രാവിലെ പരിചയപ്പെടുത്തിയത്. അതെ ഇറുക്കും. എന്താന്നറിയോ? എന്ത് ഈസ്റ്റ് ഗാലറി ഗൈസ്. ഇവന് സാ വരത്തില്ല കേട്ടോ, എസ് വരത്തില്ല. ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോ ഈ മറ്റേ എവിടെ ആയിരുന്നടാ? അല്ല കളി ആ കലൂര് സ്റ്റേഡിയത്തിൽ ഇവിടെ കളി നടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധനം എവിടെയാണ് കളി കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എവിടാന്നാ പറഞ്ഞേ? ഈസ്റ്റ് ഗാലറി. അവന് എസ് വരില്ല. പിന്നെ ഒരു ദിവസം ഞങ്ങൾ സ്റ്റെപ്പിന്റെ വീഡിയോ ഷാഡോ കണ്ടി ചെയ്യാൻ നേരം അവനാണെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ എങ്ങനെയായിരുന്നടാ? അങ്ങനല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞ ഈ സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പ് എന്നാണ് അവൻ പറഞ്ഞത്. എന്താ ആർക്കെങ്കിലും അതിന് അഭിപ്രായം ഉണ്ടോ? ഇല്ല. സ്റ്റെപ്പ് നീ എസ് വെച്ച് എന്തെങ്കിലും പറഞ്ഞേ? സൂപ്പർ ഫാസ്റ്റ് ബസ് എന്ന് പറഞ്ഞു. അതെ എടാ മസ്തിഷ്കം അടിച്ചു പോയി. ഇതൊക്കെ നമ്മുടെ ഒരു ഫണ്ടല്ലേ ഗൈസ്. ഹലോ എടാ ഞാൻ കാര്യം ചെയ്യാം. എന്റെ വാട്സപ്പ് 2 ദിവസം ലോഗൗട്ട് ചെയ്യാം. ഷട്ട് ഡൗൺ ചെയ്യണം. വാട്സപ്പ് ലോഗൗട്ട് ചെയ്യണം. ഞാൻ ഒന്ന് കാണിച്ചടാ ചുണ്ടത്തെറുകി വെക്കുന്നത്. ഒന്ന് നോക്കടാ നീ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. എല്ലാവരും കൊടുക്കാൻ പറ്റുമോ? എന്റെ ചുണ്ട് കാണിച്ച് അപ്പൊ ഞങ്ങള് അടുത്ത ദിവസം തൊട്ട് ഒരു ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആണെന്ന് എന്താണെന്ന് അറിയത്തില്ല. കാരണം ഈ ഒരു ആഡ് ഷൂട്ടിൻ്റെ ഔട്ട് കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് ഈ ഒരു വ്ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നിങ്ങൾ ഈ വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തൊട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. ചെറിയൊരു പോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ ഞാനത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവം കിട്ടും. അപ്പോൾ അത് ഞാനും അൽജിനോടൊക്കെ ഇത് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം അൽജിൻ്റെ ഒരു വൈബ് എന്താണെന്ന് ഇപ്പം ഇതിനകത്തൂടെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം അവൻ വന്നിട്ട് ഒരു പോഡ്കാസ്റ്റിനകത്ത് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. ആക്ച്വലി ഞങ്ങളൊരു ഗോസ്റ്റ് റിലേറ്റഡ് സംഭവമാണ് എക്സോസ്റ്റിസത്തിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ. എടാ എക്കോസിസ്റ്റം അല്ല എക്സോസിസം മനസ്സിലായല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന്റെ പറയുന്നത് എന്തൊക്കെയാന്ന് കേൾക്കാനൊക്കെ ഉണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നത്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഷൂട്ടിന്റെ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളെ എന്തിന്റെ ഷൂട്ടായിട്ടുണ്ടോ? ആഡിന്റെ ബാക്കിയുള്ള ഇത് ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഇതിനെ പറ്റിയിട്ട് ഒരു തേങ്ങ അറിയാതാണ്. അല്ല ഗൈസ്, അതിപ്പോൾ ഇതിന് നമ്മുടെ ബാക്കി ഷൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അബിയൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഔട്ടൊക്കെ വന്നിട്ടായിരിക്കും ആ ഒരു വ്ലോഗ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ വരെ ഇരിപ്പുണ്ടോ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട്. ഗൈസ് അപ്പോൾ എന്താ ഇവിടെ ബാക്കി ഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഉണ്ടല്ലോ ഞാൻ കടിക്കട്ടോ ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് 1 മണി ടൈമൊക്കെ കഴിഞ്ഞിട്ട് താണ്ടി ഇപ്പോൾ 1:30 ഞങ്ങൾ ഫുഡ് പോലും കഴിക്കാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണിച്ചത്. ഇപ്പോൾ വീഡിയോ ഇത് എനിക്ക് എടുത്തു തന്ന ഹർഷ് ഇതോ അമ്മാരിതാ അവിടെ ശരിക്കും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാഹുൽ അവിടെ പിടിച്ചോണ്ടിരിക്കുകയാണ്. രാഹുലിൻ്റെ മുഖമൊക്കെ കാണാൻ അത്യാവശ്യം വിളറി ഭയങ്കര സീനായിട്ടിരിക്കുക. പിന്നെ ആ കുട്ടിയുണ്ട്, പിന്നെ ഇത് നമ്മുടെ ക്യാമറമാൻ അലൻ, ജാക്ഷി, അപ്പുറത്തിരിക്കുന്ന അബി, പിന്നെ അതുകൊണ്ട് ഇരിക്കുന്ന സിയ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ കുട്ടി ഹംബിൾ കമ്പനിയുടെ ഡയറക്ടറാണ്. ഒട്ടുക്കത്ത വെയിലാട്ടോ, ഒട്ടുക്കത്ത വെയില്. ഞങ്ങളങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകാനെ കൊണ്ട് ഞങ്ങൾ കാറിൽ കയറി, അവർ സ്കൂട്ടറിലാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന രംഗങ്ങളാണ് ഇത്. ഓ അവര് കപ്പിൾസായി. ഞങ്ങൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് പോവാണ് ഗൈസ്. അയ്യോ ഐസി വരുന്ന 2 ക്യാമറമാന്മാരാണ് നമ്മുടെ രാഹുലും അലനും ദൂരത്തുനിന്ന്. അങ്ങനെ ഇന്നത്തെ ഷൂട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. ഇത്ത എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഷൂട്ട്? സിയ, അക്ഷയ് അടിപൊളി. ഹർഷ് ബ്രോ സൂപ്പർ. 30,000 നഷ്ടം. അതെ സാധനം പോയി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മൈക്ക് ഉണ്ടായിരുന്നു, മറ്റേ മാഗ്നറ്റിന്റെ. എത്ര രൂപയുടെ ആയിരുന്നടാ? 35. അപ്പോൾ ആ മൈക്കിന്റെ ആണെങ്കിൽ മാഗ്നറ്റ് സംഭവം ചെറുതായിട്ടൊന്ന് മിസ്സായി പോയി. അപ്പം അത് എങ്ങനെയൊക്കെ ഓഫീസിൽ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ്ട് ഞങ്ങൾ പുറത്തോട്ട് നോക്കിയാൽ കാണാം ഒട്ടുക്കത്ത വെയിലാണ്. ഈ വെയിലത്ത് നിന്നാണ് പൊരിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ട് വർക്ക് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ബൈ. ഞങ്ങൾ ലാസ്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ഷൂട്ടിൻ്റെ ആണെങ്കിലും പിന്നെ നുസ്റ്റിക്കിൻ്റെ ആഡ് ഷൂട്ടിൻ്റെ ആണെങ്കിലും സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേ ഷൂട്ടിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മൾ വീണ്ടും റീഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അക്ഷയ്, യെസ്, അന്നത്തെ ദിവസം ലാസ്റ്റ് ഡേയിൽ, അതായത് 3ാമത്തെ ഷൂട്ടിന് പോയപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല, ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സെറ്റ് ആയിരുന്നു. മീൻസ് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. അന്ന് അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. അന്ന് നല്ല പണി ഉണ്ടായിരുന്നു. എന്തിൻ്റെയൊക്കെ മുകളിലെ കാര്യം, മുകളിൽ കയറുന്നു, താഴെ കയറുന്നു, മതിലിൽ കയറുന്നു, ഭയങ്കര പണിയായിരുന്നു. നല്ല വർക്കായിരുന്നു. അത് മാത്രമല്ല അന്നത്തെ ഇവരുടെ ഞാൻ ഉണ്ടായിരുന്നില്ല, ബാക്കി ഇവരെല്ലാവരും വർക്കിന് പോയിട്ടാണെങ്കിൽ അവിടെയുള്ള ചേട്ടനും ബാക്കി നമുക്ക് ഈ ആഡ് ഏൽപ്പിച്ചാണെങ്കിൽ ഇത്രയൊക്കെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പിള്ളേരെല്ലാവരും കട്ടയ്ക്ക് വർക്ക് എടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെവി അടിപൊളിയായിട്ടൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ക്യാമറ എടുക്കുന്നതുകൊണ്ട് രാഹുൽ ഉണ്ടായിരുന്നു അന്ന് ഷൂട്ട്. അന്നത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് എന്താണ്? പിള്ളേർ അടിപൊളിയായിട്ട് ചെയ്തു. പട്ടിണി നടന്നിട്ട് രാവിലെ പട്ടിണി എടുത്തിട്ടാണ്. അന്ന് രാഹുലാണ് മെയിനായിട്ട് ക്യാമറ ഹാൻഡിൽ. രാഹുൽ മാത്രമെന്നല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. രാഹുൽ ഉണ്ടായിരുന്നു, അലഞ്ചേട്ടൻ ഉണ്ടായിരുന്നു, സുബി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അത്ര തന്നെ പറയാനുള്ളത്. പിന്നെ എല്ലാവരും വർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. സുബി അന്ന് 3ാമത്തെ ദിവസം ഷൂട്ടിനുണ്ടായിരുന്നില്ലേ? ലാസ്റ്റ് ഇവര് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഹാപ്പി ആയിരുന്നു, ഒരു ടീം വർക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത് എന്താ വെച്ചാൽ ഞങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഒരു ടീമായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പം ഞാനിപ്പോൾ കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഈ പയ്യന്മാർ എല്ലാവരും കൂടെ എന്നെ ഉൾപ്പെടുത്തിയല്ല പറയുന്നത്, ഇവരെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഈ മീഡിയ ഫീൽഡിൽ പട്ടിപ്പണി എടുക്കുന്ന ആൾക്കാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലടാ ഇതേണ്ടേ. അപ്പോൾ നിങ്ങൾ അത്തരം വർക്ക്സ് കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് ഇവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എടാ അത് പറയട്ടാ. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഞാൻ അറിയിക്കാം അവരുടെ പുതിയ വർക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ ഇൻസ്റ്റാ ത്രൂ യൂട്യൂബ് ത്രൂ ഒക്കെ ഞാൻ പറയാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ.